എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഒരു പിങ്ക് സയാനെ കൊന്ന ആ വിജിറ്റ ചിന്ന സയാനായിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ടെററായിട്ട് നിൽക്കും. ഞാൻ ഭൂമിയിലേക്ക് പോയത് എന്തുകൊണ്ട് നന്നായി പോയതുകൊണ്ടാണ് പല കാര്യങ്ങളും എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയത്. എൻ്റെ പവർ പോലും ഇൻക്രീസ് ചെയ്തത് അവിടെ പോയതുകൊണ്ട് മാത്രമാണ്. ഞാൻ ആക്ച്വലി ആ പിങ്ക് വില്ലനെ അറ്റാക്ക് ചെയ്യുന്ന അതേ സമയം രണ്ട് സ്ട്രോങ് പവർ കൂടെ സെൻസ് ചെയ്തിരുന്നു. ആരായിരിക്കും ഇനി ഭൂമിയിലെ ആരെങ്കിലും ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ അത് നമുക്കേൻസ് ആയിരിക്കും. ആരാണെങ്കിലും അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ആണെങ്കിൽ ആ ഒരു പവർ സെൻസ് ചെയ്ത് വളരെ വേഗത്തിൽ മുൻപോട്ടേക്ക് പോകും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗൊഹാനും മൊട്ടപ്പനും കുഞ്ഞും അവർ 3 പേരും നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് പോവാണ്. ഗൊഹാനാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു ഗുഹ കാണിച്ചു കൊടുക്കും. നമ്മൾ അവിടേക്കാണ് എത്തേണ്ടത്. ബുൽമ അവിടെയുണ്ട്. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. നീ ഇത്ര സമയം കൊണ്ട് ഇവിടുത്തെ റൂട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞോ? അതിനവൻ പറയും, അതെ, എനിക്കിതൊക്കെ വളരെ സിമ്പിളാണ്. അങ്ങനെ അവർ ആയിട്ട് സംസാരിക്കുന്ന അതേ സമയമായിരിക്കും ഇപ്പോൾ വലിയൊരു പവർ അവർക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുക. ഓ നോ, അവൻ വീണ്ടും നമ്മളെ ഫോളോ ചെയ്ത് വരികയാണ്. എത്രയും വേഗം എങ്കിലും ഒളിച്ചിരിക്കണം, അല്ലെങ്കിൽ അവൻ നമ്മളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവർ താഴേക്ക് വന്ന് സേഫായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഗൊഹാനാണെങ്കിൽ മൊട്ടപ്പനോട് പറയും, വളരെ തുറസായ സ്ഥലമാണ്, ഒരുപാട് നേരം നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല, അവൻ നമ്മളെ കണ്ടുപിടിക്കും. അവരാണെങ്കിൽ ഒക്കെ കൺട്രോൾ ചെയ്ത് ആ മലയുടെ അരികിൽ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവർ കാണും അതേസമയം ആ ഒരു ചിന്ന സയാൻ വജീറ്റ അവനാണെങ്കിൽ അവിടേക്ക് കടന്നു വരും. ഓ നോ, ഇതുവരെ ഞാൻ അവരുടെ പവർ സെൻസ് ചെയ്തതാണ്. പെട്ടെന്ന് അവരുടെ പവർ എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇനി ഒരു പക്ഷേ അവരിവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും ചിന്തിച്ച് അവൻ ചുറ്റും നോക്കും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ നോക്കും. അതേസമയം ഗൊഹാനാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനൊരു കാഴ്ച കാണിച്ചു കൊടുക്കും. അവനാണെങ്കിൽ ഗൊഹാൻ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് മുകളിൽ ആ ചിന്ന സയാൻ വജീറ്റയെ അവനെ കാണുക. ഓ നോ, ആ ചിന്ന സയാൻ അവൻ എവിടേക്ക് എത്തിക്കഴിഞ്ഞോ? ഇനി പ്രശ്നം അത് കൂടുതൽ വഷളാവും. നമ്മൾ കരുതിയതുപോലെയല്ല, അവൻ വളരെ സ്പീഡാണ്. അവൻ ഇത്ര ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ ഹീലായിരിക്കുകയാണ്. എത്രയും വേഗം അവൻ നമ്മളുടെ അടുത്തേക്ക് എത്തും. ആ ഡിവൈസ് ഇല്ലാത്തതുകൊണ്ടാണ് അത്ര എളുപ്പം നമ്മളെ കണ്ടെത്താൻ കഴിയാത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവൻ നമ്മളെ കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ്. സോ നമ്മൾ തയ്യാറായിരിക്കണം. ഫൈറ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. ഇവിടെ ആ ഒരു വിജിറ്റ അവനാണെങ്കിൽ ചുറ്റും നോക്കും. ഓ നോ, ഞാൻ ആ ഡിവൈസ് അത് നശിപ്പിക്കാനായിട്ട് പാടില്ലായിരുന്നു. എനിക്ക് ആ പവർ കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ആ പാറയുടെ പുറകിലായിട്ട് ചെറിയൊരു പവർ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ പതി അവിടേക്ക് വരും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഗൊഹാനോട് പറയും, ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല, അവനെ തോൽപ്പിച്ചേ പറ്റൂ, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവണമെന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് ഓടും. അടുത്ത നിമിഷം വലിയൊരു മീൻ അതങ്ങനെ ഉയർന്ന് ചാടുകയാണ്. ആ മീനിനെ കണ്ട് വെജീറ്റ ആണെങ്കിൽ ഷോക്കാവും. ഓ നോ, ഈ ഫിഷാണോ എന്നെ പറ്റിച്ചത്? വെറുതെ എൻ്റെ സമയം പോയി. എത്രയും വേഗം എനിക്ക് ആ ഡ്രാഗൺ ബോളിൽ ഒന്നെങ്കിലും കരസ്ഥമാക്കണം. വെറുതെ സമയം പാഴാക്കാൻ പാടില്ല. ആ 7 ഡ്രാഗൺ ബോളും ഫ്രീസ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ഒരെണ്ണമെങ്കിലും എനിക്ക് എടുത്തേ പറ്റൂ. ഇത്രയും വേഗം അതിനുള്ള കാര്യങ്ങൾ ആരംഭിക്കണം എന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ശ്വാസമൊക്കെ മുറുക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവർ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. മൊട്ടപ്പനാണെങ്കിൽ ഗൊഹാനോട് പറയും, ഹാവു, ആ ഫിഷ് വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. യുദ്ധമൊന്നും ചെയ്തില്ലെങ്കിലും ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ്. ഇത്രയും വേഗം ബുൽമേൻ്റെ അടുത്തേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം. ആക്ച്വലി നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഫ്രണ്ട്സിനെ വീണ്ടെടുക്കാനാണ് നമ്മൾ ഈ നമക്കേനിലേക്ക് വന്നത്. പക്ഷേ അത് വലിയ മണ്ടത്തരമായി പോയി. ഇവരുടെ കയ്യിൽ നിന്ന് ആ ഡ്രാഗൺ ബോൾസ് അത് നമ്മളെ കൊണ്ട് കളക്ട് ചെയ്യാൻ കഴിയില്ല. ഉറപ്പായിട്ടും അവർ നമ്മളെയും കൊല്ലും. അതുവരെ എങ്ങനെയെങ്കിലും മാക്സിമം സർവൈവ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഗുഹയിലേക്ക് കടന്നു വരികയാണ്. ഗൊഹാനാണെങ്കിൽ മൊട്ടപ്പനോട് പറയും, ബുൽമ അവൾ ഗുഹയിൽ തന്നെ ഉണ്ട്, നമ്മളെ കാണാതെ ഭയപ്പെട്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കടന്നു വരും. അപ്പോൾ അകത്തായിട്ട് ആ ക്യാപ്സ്യൂൾ ഹൗസ് കാണും. അവർ ബുൽമയെ വിളിക്കും. അവൾ ഡോർ തുറന്ന് പതുക്കെ പുറത്തേക്ക് വരും. ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങൾ ഇത്ര ഇറസ്പോൺസിബിൾ ആയിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ തനിച്ചാക്കി പോവാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അത് കേൾക്കേണ്ട താമസം മൊട്ടപ്പനാണെങ്കിൽ ചിരിക്കാൻ തുടങ്ങും. നീയാണോ ചുന്ദരിയായ പെണ്ണ്? ബുൽമയാണെങ്കിൽ പുറകിലേക്ക് നോക്കും. തൊട്ടു പുറകിലായിട്ട് ഒരു കുഞ്ഞ് നമുക്കേനെ കാണുകയാണ്. വാവ്, അതിനെ കാണുമ്പോൾ പിക്കലോയെ പോലുണ്ട്. അത് നമുക്കേനാണോ? അതിന് മൊട്ടപ്പൻ പറയും, അതെ, അത് നമുക്കേനാണ്. മൊട്ടപ്പനാണെങ്കിൽ കുഞ്ഞ് നമുക്കിയനെ സമാധാനിപ്പിച്ച് ഇപ്പോൾ അവളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ ടെൻഷനായിട്ട് അവളോട് പറയും, നമ്മൾ കരുതിയതുപോലെയല്ല, സിറ്റുവേഷൻ വളരെ മോശമാണ്. ഒരുപാട് സയൻസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിയൻസിനെ എല്ലാം കൊന്നൊടുക്കി ആ ഡ്രാഗൺ ബോൾ അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനെ ജസ്റ്റ് മിസ്സിനാണ് ഞങ്ങൾ രക്ഷപ്പെടുത്തിയത്. മാത്രമല്ല ആ ചിന്ന സയാൻ അവനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബുൽമയാണെങ്കിൽ പൊട്ടിച്ചിരിച്ച് അവരോട് പറയും, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ പപ്പയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഗോകു ചെറുപ്പത്തിൽ ഇവിടേക്ക് വന്ന ആ ഒരു പേടകം അത് കണ്ടെത്തി അതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ നടത്തി എൻ്റെ പപ്പ ഗോകുവിനെ അതിലിവിടേക്ക് അയച്ചിട്ടുണ്ട്. 6 ദിവസങ്ങൾ കൊണ്ട് അവൻ ഇവിടേക്ക് എത്തും. കട്ട് ചെയ്ത ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോകു ഇവിടേക്ക് എത്തും എന്നുള്ള സന്തോഷത്തിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ക്യാപ്സ്യൂൾ ഹൗസിലേക്ക് പോകും. കട്ട് ചെയ്ത ഇവിടെ ചിന്ന സയാൻ വെജീറ്റ അവനാണെങ്കിൽ
ഫ്രീസ കണ്ടെത്താത്ത നമക്കിയൻസിന്റെ മറ്റൊരു ഗ്രാമത്തിലേക്ക് കടന്നു വരും. ചിന്ന സയാനാണെങ്കിൽ അവിടെയുള്ള നമക്കിയൻസിനോട് പറയും, എനിക്ക് ഡ്രാഗൺ ബോൾ വേണം, സോ നിങ്ങളുടെ എൽഡറിനോട് ഇത്രയും വേഗം ഇവിടേക്ക് വന്ന് അതെന്നെ ഏൽപ്പിക്കാനായിട്ട് പറ. ഉടനെ എൽഡർ ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. ഡ്രാഗൺ ബോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ നിന്റെ പവറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നീ വളരെ മോശമായിട്ടുള്ള ഒരാളാണെന്നാണ്. സോ ഡ്രാഗൺ ബോൾ എടുക്കാനുള്ള ആ ഒരു യോഗ്യത അത് നിനക്കില്ല. അത് കേൾക്കേണ്ട താമസം ഇവിടെ സയാനാണെങ്കിൽ ആളെ ഷൂട്ട് ചെയ്ത് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ അവർ സമാധാനമായിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പനാണെങ്കിൽ നമക്കിയനോട് പറയും, ഈ ഫുഡ് അത്ര നല്ലൊന്നുമല്ല, പക്ഷേ ആരോഗ്യം നിലനിർത്താൻ നീ ഈ ഭക്ഷണം കഴിച്ചേ മതിയാവും. ആ കുഞ്ഞൻ നമക്കിയനാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, ആക്ച്വലി ഞങ്ങൾ ഇതൊന്നും കഴിക്കില്ല, വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. അജീസിയ മരങ്ങൾ, അതിന്റെ ഇലകൾ ഞങ്ങൾ ഭക്ഷിക്കും. ഞങ്ങളുടെ ഗ്രഹത്തിന്റെ ഐശ്വര്യവും സമാധാനവും ഞങ്ങളുടെ ആയുസും എല്ലാം തന്നെ അജീസിയ മരമായിരുന്നു, പക്ഷേ അത് മുഴുവനായിട്ടും നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം കുറച്ച് അജീസിയ മരങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രഹത്തിൽ നട്ടുപിടിപ്പിച്ച് വീണ്ടും ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാമം തിരികെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എൻ്റെ ശരിക്കുള്ള പേര് ടെൻഡ എന്നാണ്. അവരാണെങ്കിൽ കാഷ്വലായിട്ട് സംസാരിക്കുന്ന അതേ സമയം ഇവിടെ ഗൊഹാനും മൊട്ടപ്പനും അവർ രണ്ടുപേരും ഒരു ബാഡ് ഫീല് അത് സെൻസ് ചെയ്യാണ്. ഗൊഹാനും മൊട്ടപ്പനും പുറത്തേക്ക് ഓടി വരും. തൊട്ടു പിന്നാലെ ആ കുഞ്ഞൻ നമുക്കിയനും. ഗൊഹാനാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനോട് പറയും, നിനക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിന് മൊട്ടപ്പൻ പറയും, അതെ. ചിന്ന സയാൻ അവനിപ്പോൾ നമുക്കിയൻസിന്റെ ഒരു വില്ലേജ് തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം ആ ഡ്രാഗൺ ബോളാണ്. എൻ്റെ ഗസ് ശരിയാണെങ്കിൽ മെയിൻ പവറുള്ള വില്ലനും ഡ്രാഗൺ ബോളിന് വേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. ഇവരെല്ലാവരും ഒരുമിച്ചാണ് നമക്കിയൻസിനെ ഇല്ലാതാക്കാനും ഡ്രാഗൺ ബോൾ എടുക്കാനും ശ്രമിക്കുന്നത്. ഈ ഡ്രാഗൺ ബോൾസ് അവരുടെ കയ്യിൽ കിട്ടിയ വലിയ അപകടമാണ്. അതിൽ ഒരെണ്ണമെങ്കിലും നമ്മൾ അടിച്ചു മാറ്റിയേ പറ്റൂ. കാരണം 7 എണ്ണം ഇല്ലാതെ അവർക്ക് ഡ്രാഗണെ സമൻ ചെയ്യാൻ പറ്റില്ല. കുഞ്ഞനാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. സത്യം പറ, നിങ്ങൾക്കെങ്ങനെ ആ ഡ്രാഗൺ ബോളിനെ കുറിച്ച് അറിയാം? ഞങ്ങളുടെ ഈ ഒരു ഗ്രഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനാണോ നിങ്ങൾ ഇവിടേക്ക് വന്നത്? നിങ്ങൾ എന്നെ സഹായിക്കുമോ? ഞങ്ങളുടെ ജനങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് എൻ്റെ കൂടെ നിൽക്കുമോ? അതിന് മുട്ടപ്പനാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ ഫ്രണ്ട് ഗോക്കു അവൻ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവനെ കൊണ്ടും അവരെ മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടിയതാണ്, പക്ഷേ ഗോക്കു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. കട്ട് ചെയ്ത ഇവിടെ ചിന്ന സയാനെ കാണിക്കും. ആണെങ്കിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ഓരോരോ നമക്കിയൻസിനായിട്ട് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ആ എൽഡർ ആണെങ്കിൽ തീർത്തു പറയും, നീ ഒരു ബാഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങളുടെ ജീവൻ അതൊക്കെ നീ എടുത്താലും ഡ്രാഗൺ ബോൾ നിനക്ക് തരില്ല. അതിൽ കൺട്രോൾ പോയ ചിന്ന സയാൻ ഇപ്പൊ ആ എൽഡറിനെയും കത്തിക്കരിക്കും. അതിനുശേഷം അവരുടെ വീടുകളിലേക്ക് കയറി ഇറങ്ങുകയാണ്. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ആ ഒരു ഡ്രാഗൺ ബോൾ. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇവിടെ കുഞ്ഞാണെങ്കിൽ അവരോട് പറയും, ഞങ്ങളുടെ ഗ്രാൻഡ് എൽഡർ അദ്ദേഹമാണ് ഞങ്ങൾ 108 പേരെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ആക്ച്വലി നമക്കിയൻ ഗ്രഹത്തിൽ അദ്ദേഹം മാത്രമായിരുന്നു പണ്ട് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വായിലൂടെ പുറത്തേക്ക് വന്ന മുട്ടകളിൽ പിന്നീടുള്ള ജനറേഷൻ പുറത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് വളർന്ന് ഇപ്പൊ 108 പേരായി. കൊൽമയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. അപ്പൊ ആ ഗ്രാൻഡ് എൽഡർ ആളൊരു പെണ്ണാണോ? അതിനാ കുഞ്ഞനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പെണ്ണോ? അങ്ങനെ ഒന്നിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ അന്വേഷിക്കുന്നതിൽ ഒരു ഡ്രാഗൺ ബോൾ അത് ഗ്രാൻഡ് എൽഡറിന്റെ കയ്യിലുണ്ട്. അത് കേട്ട് എല്ലാവരും ഞെട്ടും. മൊട്ടപ്പനാണെങ്കിൽ ഷോക്കാവും. ചിന്ന സയാൻ വെജീറ്റ അവനാൾ നിസ്സാരക്കാരനല്ല. അവൻ ആ ഡിവൈസിന്റെ സഹായം ഇല്ലാതെ തന്നെ നമക്കിയൻസിനെ കണ്ടെത്താനും ഡ്രാഗൺ ബോൾ എടുക്കാനും പറ്റും. സോ ഇത്രയും വേഗം ഒക്കെയുള്ള അവസാനത്തെ 7ാമത്തെ ആ ഡ്രാഗൺ ബോൾ അതെങ്കിലും നമ്മൾ സ്വന്തമാക്കണം. ആ കുഞ്ഞനാണെങ്കിൽ മുട്ടപ്പനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് എന്നോടൊപ്പം വരൂ. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി ആ അവസാനത്തെ ഡ്രാഗൺ ബോൾ എങ്കിലും നമുക്ക് സംരക്ഷിക്കണം. അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, നമ്മൾ എല്ലാവരും കൂടെ പോയാൽ അത് വലിയ പ്രശ്നമാണ്. സോ നീയും ബുൽമയും ഇവിടെ സേഫ് ആയിട്ടുണ്ടാവണം. ഞങ്ങൾ എത്രയും വേഗം ആ ഡ്രാഗൺ ബോളുമായിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് കടന്നു പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ചിന്ന സയാനെ കാണിക്കും. അവൻ കളക്ട് ചെയ്ത ആ 6ാമത്തെ ഡ്രാഗൺ ബോൾ അതാണെങ്കിൽ അവൻ ആരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ആ നദിയിലേക്ക് ഇടും. അതിനുശേഷം 7ാമത്തെ അന്വേഷിച്ച് അവിടുന്ന് പോവും. അതേസമയം ഇവിടെയാണെങ്കിൽ ഫ്രീസയും ടീമും ഒരുപാട് നേരമായിട്ട് ആ പിങ്ക് സയാന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഫ്രീസി ആണെങ്കിൽ അവരോട് പറയും, ഇനിയും അവന് വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. ബാക്കിയുള്ള 2 ഡ്രാഗൺ ബോൾ അത് എത്രയും വേഗം കണ്ടെത്തിയേ പറ്റൂ. ഇവിടെ നമ്മുടെ ശത്രുക്കൾ അത് കൂടി വരികയാണ്. എറ്റേണൽ ലൈഫ് സ്വന്തമാക്കാനാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇതെല്ലാം ചെയ്യുന്നത്. സ്വപ്നം എൻ്റെ ലക്ഷ്യം, അതൊരു കാരണവശാലും പാഴായി പോകാൻ പാടില്ല. അത് കേട്ട് അവൻ്റെ അസിസ്റ്റൻസ് ഓക്കെ പറഞ്ഞ് അവർ കളക്ട് ചെയ്ത 5 ഡ്രാഗൺ ബോൾ ഫ്രീസിയുടെ മുൻപിൽ വെച്ച് ഇപ്പൊ 2 ഭാഗത്തേക്കായി ചെയ്ത് ബാക്കിയുള്ള 2 ഡ്രാഗൺ ബോൾസ് അന്വേഷിച്ച് അങ്ങനെ കടന്നുപോകും. ഇവിടെ ഫ്രീസി ആണെങ്കിൽ ആ ഡ്രാഗൺ ബോളിലേക്ക് നോക്കും. എൻ്റെ ഗസ് ശരിയാണെങ്കിൽ 6ാമത്തെ ഡ്രാഗൺ ബോൾ അത് ആ ചിന്ന സയാൻ വെജീറ്റ അവൻ കണ്ടെത്തിയിട്ടുണ്ടാവും. അവൻ ഉറപ്പായാലും ബാക്കി 5 ഡ്രാഗൺ ബോൾസ് അതെടുക്കാനായി എൻ്റെ അടുത്തേക്ക് വരും. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അവനെ ഞാൻ ഇല്ലാതാക്കി 6ാമത്തതും ഞാൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകും.